കത്തുന്ന മുൾച്ചെടിയുടെ ഇടയിൽ നിന്ന് മോശ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. ബദനി സന്യാസിനി സമൂഹം ഇന്ന് ശതാബ്ദി ആഘോഷത്തിൻ്റെ സംഗമവേദിയായി ഈ തിരുവല്ല കത്തീഡ്രൽ ദേവാലയവും ഇതിൻ്റെ അങ്കണവും ഉപയോഗപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൈവവചനം ഇതാണ്: നിങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ്. നിങ്ങളുടെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ബദനിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം നൽകുന്ന സ്ഥലമാണ്. പെരുന്നാട് മുണ്ടൻമലയിൽ നിന്ന് മാർ ഈവാനിയോസ് പിതാവും ആശ്രമസ്ഥരും മല വിട്ടിറങ്ങി വെണ്ണിക്കുളത്തും പുല്ലാടും തിരുമൂലപുരത്തും ആവാസമുറപ്പിച്ചപ്പോൾ മാർ ഈവാനിയോസ് പിതാവ് ചേർത്തുപിടിച്ച ബദനി സന്യാസിനികൾ വാസം ചെയ്തതായ സ്ഥലം തിരുമൂലപുരമായിരുന്നു. ഈ തിരുമൂലപുരത്ത് നിന്ന് ശതാബ്ദിയുടെ ആഘോഷത്തിന് തിരികൊളുത്തുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനമാണ്. ദൈവസന്നിധിയിൽ അതിവിശുദ്ധമായ സ്ഥലമാണ് എന്ന് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ സന്യാസ സമർപ്പണ ജീവിതത്തോട് ചേർന്ന് ഇനിയും ദൈവത്തെ മുഖാമുഖം നോക്കുന്നതിന്, കാണുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റുന്നതിനുള്ളതായ ഒരു സമയവും കാലവും കൂടിയാണല്ലോ ശതാബ്ദി വർഷത്തിൻ്റെ ഈ കാലഘട്ടം. നമുക്കറിയാം, ധന്യന്മാർ ഈവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്കും സാർവത്രിക കത്തോലിക്കാ സഭയ്ക്കും നൽകിയതായ ഏറ്റവും ഉദാത്തമായ സമ്മാനം എന്ന് പറയുന്നത് സന്യാസത്തിൻ്റെ ആത്മാവിനെ സഭയ്ക്ക് നൽകി എന്നുള്ളതാണ്. ബദനി ആശ്രമവും ബദനി മഠവും സ്ഥാപിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ മലങ്കര സഭയിൽ ഡോട്ടേഴ്സ് ഓഫ് മേരി സമൂഹത്തിന് തുടക്കം കുറിക്കുവാൻ അനുഗ്രഹാശിസ്സുകൾ നൽകി മാർ ഈവാനിയോസ് പിതാവ് മലങ്കര സഭയ്ക്ക്, മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക് സന്യാസത്തിൻ്റെ ആത്മാവിനെ നൽകി. മാർ ഈവാനിയോസ് പിതാവിൻ്റെ കാനോനിക നടപടിക്രമങ്ങൾ, വിശുദ്ധ പദവിയിലേക്കുള്ളതായ കാനോനിക നടപടിക്രമങ്ങളിൽ ഏറ്റവും ഉദാത്തമായിട്ട് നിഴലിച്ചു നിൽക്കുന്നത് മാർ ഈവാനിയോസ് പിതാവിനെ കുറിച്ച് മറ്റ് പല വിശേഷണങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കുമെങ്കിലും മാർ ഈവാനിയോസ് പിതാവിൻ്റെ സന്യാസം, പിതാവ് സന്യാസിയായിരുന്നു എന്നുള്ളതാണ് പിതാവിൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വിശേഷണമായി നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടുകൂടെ, പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കുവാൻ സാധിക്കും. അഭിനന്ദ അന്തോണിയോസ് പിതാവ് ഇവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട്, അച്ഛൻ ഇരിക്കുന്ന കസേര മാർ ഈവാനിയോസ് പിതാവ് ഇരുന്ന കസേരയാണെന്ന്. മറക്കരുത്, പിതാവെ, മറക്കില്ല. ശരിയാണ്. ധന്യന്മാർ ഈവാനിയോസ് പിതാവ് ആശ്രമം സ്ഥാപിച്ച് ആശ്രമത്തിൻ്റെ അധ്യക്ഷനായി, തൻ്റെ മരണത്തോളം അധ്യക്ഷനായി ശുശ്രൂഷ ചെയ്ത പിതാവിൻ്റെ ആ സ്ഥാനത്ത് ഇന്ന് സമൂഹ അധ്യക്ഷനായി ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുമ്പോൾ തന്നെ മാർ ഈവാനിയോസ് പിതാവ് മുതൽ ഇന്ന് വരെ ബദനിയെ നയിച്ചതായ ശ്രേഷ്ഠ പിതാക്കന്മാരെയും ബദനിയിൽ കാലം ചെയ്ത എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഇന്ന് ബദനിയിൽ ജീവിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട മദർ ജനറലിനും പ്രിയപ്പെട്ട ബദനിയിലെ എല്ലാ സിസ്റ്റേഴ്സിനും ബദനിയിലെ സഹോദരങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജൂബിലിയുടെ, ശതാബ്ദിയുടെ മംഗളാശംസകൾ പ്രാർത്ഥനാപൂർവം ഞാൻ നേരുകയാണ്. ഒരു കാര്യം ദുഃഖത്തോടെ പറഞ്ഞുകൊള്ളട്ടെ, മാർ ഈവാനിയോസ് പിതാവും മാർ തെയോഫിലോസ് പിതാവും നൽകിയതുപോലെയുള്ളതായ സ്നേഹവും കരുതലുമൊക്കെ ഇന്ന് ബദനി ആശ്രമസ്ഥരായ ഞങ്ങൾ നൽകുന്നുണ്ടോ? മദർ ജരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, സംശയമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട മദറെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഞങ്ങൾ കൂടെയുണ്ട്. സന്യാസം മരിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും ഇന്ന് 100 സിസ്റ്റേഴ്സ് ഈ വേദിയിൽ വന്ന് പാട്ടുപാടിയപ്പോൾ, അവരുടെ ജൂബിലി ഗാനം പാടിയപ്പോൾ, ഒരുപക്ഷെ ബദനിയിൽ പ്രായമുള്ള സിസ്റ്റേഴ്സേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതായ ആളുകൾ കൂട്ടത്തിലുള്ളപ്പോൾ
100 ഇടയ്ക്ക് പ്രായമുള്ളവരും ഉണ്ടായിരുന്നു കേട്ടോ. 100 ചെറുപ്പക്കാരായ സിസ്റ്റേഴ്സിൻ്റെ ആ ഗാനം, ജൂബിലി ഗാനം നമുക്ക് അഭിമാനമേകുന്നു. അഭിമന്യ ബാബ തിരുമനസ്സുകൊണ്ട് പറയുകയുണ്ടായി എത്യോപ്യയിലെ മിഷനെക്കുറിച്ച്. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച എത്യോപ്യൻ മിഷനിൽ സന്ദർശനം നടത്തുകയായിരുന്നു. ഒത്തിരി അഭിമാനം തോന്നി, ഒത്തിരി സന്തോഷം തോന്നി, മനസ്സ് നിറയെ സംതൃപ്തിയാണ്. ബദനി മഠം 2 മഠങ്ങളും ബദനി ആശ്രമത്തിൻ്റെ 2 ആശ്രമങ്ങളും അവിടെ സന്ദർശിക്കുകയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കർദിനാൾ പിതാവിനെ, നൂൺസിയോ പിതാവിനെയും ഒക്കെ സന്ദർശിച്ച് മടങ്ങുന്ന അവസരത്തിൽ നൂൺസിയോ പിതാവ് പറഞ്ഞതായൊരു കാര്യം, ഒരു സമൂഹത്തിനും അവകാശപ്പെടാനില്ലാത്തതായ ഒരു അംഗീകാരമാണ് സാർവത്രിക സഭയിൽ ബദനി ആശ്രമത്തിനും ബദനി മഠത്തിനും എത്യോപ്യയിൽ നൽകിയിരിക്കുന്നത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് എത്യോപ്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ബദനി സിസ്റ്റേഴ്സിനും ബദനി ഫാദേഴ്സിനും നൽകിയതായ ഒരു പ്രത്യേകമായ സാമ്പത്തിക സഹായം പാക്കേജ്. ഇതുള്ളത് കൊണ്ട് ഇനി ആരും സഹായിക്കേണ്ട എന്നർത്ഥമല്ല. പ്രിയമുള്ളവരെ, ഒത്തിരി അഭിമാനം തോന്നി. ഇതുവരെ നോൺസിയോ പറഞ്ഞ വാക്കുകൾ, എൻ്റെ വാക്കുകളല്ല, ഇതുവരെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് എത്യോപ്യയിലുള്ളതായ ഗുമ്മൂസ് എന്ന് പറയുന്നതായ ഗോത്ര വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതായ വൈദികരും സിസ്റ്റേഴ്സും അവരുടെ ആത്മാർപ്പണത്തെ അഭിനന്ദിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് പിതാവ് നൽകിയതായ സഹായം നൂൺസിയോ പിതാവ് പറഞ്ഞു, ഇനിയും പിതാവിനെ കാണുമ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയും. ഇത് വലിയ അംഗീകാരമാണ്. ബദനിക്ക് കിട്ടിയ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് സാർവത്രിക സഭയിൽ കിട്ടുന്നതായ വലിയൊരു അംഗീകാരമായിട്ട് ഞാനിതിനെ കരുതുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് ദൈവവിളികൾ കുറയുന്നു എന്ന് നമ്മൾ വിഷമിക്കുമ്പോൾ എത്യോപ്യയിൽ വലിയ സന്തോഷം തോന്നി. ബദനി സിസ്റ്റേഴ്സിൻ്റെ 10 കുട്ടികൾ അവിടെ ഫോർമേഷനിൽ ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് പരിശീലനത്തിലായിരിക്കുന്നു. ആശ്രമത്തിലെ 3 കുട്ടികൾ അവിടെ പരിശീലനത്തിലായിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ കുറയുമ്പോൾ മാർ യുവാനിയോസ് പിതാവ് സ്വപ്നം കണ്ടതായ സാർവത്രികമായ രക്ഷയുടെ സന്ദേശത്തെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നതിന് മാർ യുവാനിയോസ് പിതാവ് സ്ഥാപിച്ച ഈ സന്യാസ സമൂഹങ്ങളിലൂടെ നടക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടെ, സന്തോഷത്തോടെ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് പ്രിയപ്പെട്ട മദർ ജനറലിനും എല്ലാ സിസ്റ്റേഴ്സിനും ബദനി സഹോദരങ്ങളുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥനാശംസകളും അനുമോദനങ്ങളും ഈ ഉദ്ഘാടന വേദിയിൽ നൽകിക്കൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.